നമ്മൾ ലീഡുകളെ വിളിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗുണഗണങ്ങൾ പറയുക എന്നത് സ്വാഭാവികമാണല്ലോ. പക്ഷേ അത് പലപ്പോഴും പ്രായോഗികമല്ല. കാരണം എന്താണെന്നറിയുമോ? എല്ലാ ആളുകൾക്കും ഒരു ഫിയർ ഉണ്ട്, ഒരു ഫിയർ ഓഫ് ആക്ഷൻ. പെട്ടെന്നൊരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു മടിയുണ്ട്. ഈ മടി നിലനിൽക്കെ നമ്മൾ പ്രോഡക്റ്റിനെ എത്ര വർണ്ണിച്ചിട്ടും കാര്യമില്ല. ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കും പോലെയാണത്. ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കയറില്ല. അതുപോലെ നമ്മളുടെ സ്വന്തം പ്രൊഡക്റ്റിനെ നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരക്ഷരം പോലും കസ്റ്റമർ ഉള്ളിലേക്ക് എടുക്കില്ല. പകരം ചെയ്യേണ്ടത് മറ്റൊന്നാണ്. നമ്മുടെ ഏത് പ്രൊഡക്റ്റും ഒന്നുകിൽ ഒരാൾക്ക് ഒരു പ്ലഷർ നൽകുന്നതായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ ഒരു വേദനയെ ശമിപ്പിക്കുന്നതായിരിക്കണം. ഈ രണ്ട് ക്വാളിറ്റിയും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അയാൾക്ക് ആ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലഷർ നൽകണം, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു പെയിനെ ദൂരീകരിക്കണം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഏത് പെയിനെയാണ് ദൂരീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്ലഷറാണ് നൽകുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് കസ്റ്റമറോട് പറയേണ്ടത് ഇത് വാങ്ങിച്ചാലുള്ള ഗുണങ്ങളല്ല, മറിച്ച് ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളാണ് പറയേണ്ടത്. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്ന് പറയും. ഇത് ഒരു ആക്ഷൻ എടുക്കാനാണ് ഭയം, ഇല്ലേ? അപ്പോൾ കസ്റ്റമർക്ക് ആക്ഷൻ എടുക്കാൻ ഭയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ ഇനാക്ഷൻ അതിലേക്ക് കസ്റ്റമർ പോയാൽ അയാൾക്ക് എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. അത് വിവരിക്കണം. നല്ല രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് വേണം. മനോഹരമായിട്ട് അത് വിവരിക്കുക. അത് തീർച്ചയായിട്ടും കസ്റ്റമറുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറും. പെട്ടെന്ന് ക്ലോസിങ് നടക്കും. അതല്ലെങ്കിൽ നാളെ നീളെ അങ്ങനെ നിങ്ങൾ വിളിച്ച് മടുക്കും. ഒടുവിൽ ഫോളോ അപ്പ് നിർത്തും. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, വ്യത്യാസം ഉണ്ടാവും.